ഞാൻ സാറ് വിളിക്കുമ്പോഴെല്ലാം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു പോയതാണ്. പക്ഷെ എനിക്ക് ഈ സമയത്ത് നമ്മളെ കുണ്ട്ര മേഖല വെച്ച് ഞാൻ ശരീരം തളർന്ന് വീഴുവാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരി എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ ഒരു നിമിഷം നേരം കൊണ്ട് 17,000 രൂപ ആംബുലൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയി. പക്ഷേ ഞാൻ കണ്ണ് തുറക്കുമ്പോൾ 4-5 മണിക്കൂർ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഞാൻ ഐസിയുലാണ്. അപ്പോൾ ഐസിയുയിൽ ഞാൻ ഡോക്ടർ ജേക്കബിനോട് ചോദിച്ചു, സാർ ഞാൻ എന്താണ് ഇവിടെ കിടക്കുന്ന വെച്ചപ്പോൾ എന്നാന്ന് നോക്കി എൻ്റെ ശരീരം മൊത്തം ഓരോന്നൊക്കെ ഫിറ്റ് ചെയ്തിട്ട് എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ ബ്ലോക്ക് മാറ്റാനുള്ള ഓപ്പറേഷൻ ചെയ്യാനായിട്ട് അവർ പോവുകയാണെന്ന് ഞാൻ അറിഞ്ഞ്. അപ്പോൾ ഞാൻ പറയും, സാർ എൻ്റെ മക്കൾ രണ്ടും വെളിയിലാണ്. അപ്പോഴേ ഇവിടെ വന്ന് വേറെ സന്തോഷം കൂടെ പറയാം. എൻ്റെ മോള് സീനിയറായിട്ട് വർക്ക് ചെയ്തതാണ് നമ്മളെ സൂസമ്മ മേഡം. എന്നാൽ ആ ഫോട്ടോ ഇട്ട് കൊടുത്തപ്പോൾ എൻ്റെ മോൾ എന്നോട് ചോദിച്ചതാണ്, അമ്മ കൊല്ലക്കാർ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ടീമിൽ ഇപ്പം? അപ്പം ഞാൻ പറഞ്ഞു, അല്ല എൻ്റെ മോള് സൗദിയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ വരച്ച് കാണിച്ചിട്ട് ഈ തല കാണിച്ചിട്ട് പറഞ്ഞ് എവരെ അമ്മയ്ക്ക് എങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞു, ഇത് റാന്നിയിലുള്ളത് എൻ്റെ ആണ്. അപ്പോഴും എൻ്റെ മോള് പറയാം, എൻ്റെ കൂടെ ഡൽഹിയിൽ എൻ്റെ സീനിയറായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ് സൂസമ്മ എന്നെൻ്റെ മോള് പറയാനിടയായി. അപ്പോൾ എൻ്റെ മോള് പറഞ്ഞു, അമ്മ എൻജോയ് ചെയ് എന്നാണ് എന്നോട് പറയുന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞ മക്കൾ പണ്ടൊക്കെയാണെങ്കിൽ നമുക്ക് പോകാൻ മക്കളോടെ നിങ്ങൾ പറയുന്നത് സംസാരിച്ചാലും മതിയാവത്തില്ല. മക്കളൊക്കെയുള്ള അനുവാദം നമുക്ക് വേണം. ഇപ്പം എനിക്കൊന്നുമില്ല, എൻ്റെ 2 മക്കളും വെളിയിലാണ്, 2 നേഴ്സുമാരാണ്. എൻ്റെ മോള് പറഞ്ഞതാണ്, അമ്മ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ചെയ്തേ പറ്റൂ. അവരൊക്കെ മെഡിക്കൽ ഫീൽഡാണ്. പക്ഷെ ഞാൻ ഡോക്ടറോട് എണീച്ചിരുന്ന കാര്യം പറയാണ്ട് ഞാൻ വളരെ സ്നേഹിക്കുന്ന മക്കളെ കണക്ക് സ്നേഹിക്കുന്ന 2 പേരുണ്ട് പട്ടികൾ. അവരോട് കാര്യം പറഞ്ഞാണ് ഞാൻ അവിടെ രക്ഷപ്പെടാൻ നോക്കിയത്. കാര്യം ഞാൻ ഡോക്ടർ എന്നോട് ഓപ്പറേഷൻ ചെയ്യണം, നിങ്ങൾ ഇന്നടുത്ത് മാറ്റുമെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ മോളിന് അപ്പോൾ മോളെ നമ്പർ കൊടുത്ത മോള് പറഞ്ഞതാണ്, ഞാൻ ഡോക്ടറെ ഞാൻ ഇങ്ങനെ ഒരു സർക്കാരിൻ്റെ ഇതിലേക്കാണ് ഞാൻ വന്നിട്ട് 1 മാസം ആവുന്നുള്ളൂ, എന്നാലും ശരി തന്നെ ഞാൻ ലീവ് എടുത്ത അമ്മയ്ക്ക് വേണ്ടി വരാം. അവർ ഫാമിലിയായിട്ട് നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്, നിങ്ങൾ ചെയ്തോന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ഡോക്ടറോട് ഇനി വിളിച്ചിട്ടുണ്ട്, ഡോക്ടർ എനിക്ക് വീട്ടിൽ പോയേ പറ്റൂ, എനിക്ക് പോകണം. അപ്പോഴെന്നോട് അവിടെ കിടന്ന ഐസിയിൽ 10-32 അവരെന്നോട് ചോദിച്ചതാണ് പല പ്രായക്കാർ, മാഡം ജീവിതത്തിൽ ഡോക്ടർ പറഞ്ഞു, ഞാൻ 30-32 വർഷം കൊണ്ട് ഞാൻ ഹാർട്ട് പേഷ്യൻറ്റിനെ കാണുകയും ഹാർട്ട് പേഷ്യൻറ്റിനോട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരാളാണ്. പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ പോകണമെന്ന് പറയുന്നത്? അപ്പോഴവിടെ എൻ്റെ അപ്പച്ചൻ, എൻ്റെ അച്ഛനെ കഴിയൊക്കെ പ്രായമുണ്ട്, മോളെ അറ്റാക്ക് എന്തോന്ന് അറിയാമോ? ഞാൻ 3ാമത്തെ ആളായിട്ട് വന്ന് കിടക്കുവാണ്, 3 എണ്ണം വന്നിട്ട്. ഇത് ഡോക്ടർ പറയുന്ന മോളൊന്ന് കേക്ക്. അപ്പം ഞാൻ പറയും, ഡോക്ടറെ എനിക്ക് പോയേ പറ്റൂ. അപ്പോഴേ ഐസിയിലൊക്കെ സീരിയസ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ഡോക്ടർ ഞാൻ സ്ട്രെച്ചറിൽ എണീച്ചിട്ടുണ്ട്, നമ്മൾ ഇതൊക്കെ ഊര്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളെ മക്കളൊക്കെ ഫീൽഡിലല്ലേ, മെഡിക്കൽ ഫീൽഡല്ലേ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഞാൻ പറയും, എനിക്ക് പോയപ്പോഴത്തേക്ക് വേറെ ഡോക്ടർ കാര്യം വന്നിട്ട്, മാഡത്തിന് എന്താ അമ്മയ്ക്ക് പ്രശ്നം? ഞാൻ പറയാം, എൻ്റെ ഡോക്ടറെ എൻ്റെ ഒരു പട്ടി ചിരിക്കരുത്, എനിക്കൊരു പട്ടി പ്രസവിക്കാറായി നിൽക്കുവാണ്, എൻ്റെ വീട്ടിൽ ആരുമില്ല, എനിക്ക് പോയേ പറ്റൂ, ഞാൻ നാളെ രാവിലെ വരാം, ഞാൻ അവരെ ഏൽപ്പിച്ചിട്ട് വരാം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഇന്ന് പടി ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അറ്റാക്ക് വന്ന് നിങ്ങളെ ഒരു അറ്റാക്ക് പൊട്ടി 2.5 ബ്ലോക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ മെഡിക്കൽ ബില്ല് തരാം, ഇപ്പം കൊണ്ടുവന്ന് നിങ്ങൾക്ക് പോകണം. 2.5 ബ്ലോക്ക് നിങ്ങൾക്കുണ്ട്. വീണ്ടും അവരെന്നെ എന്തൊക്കെ ചെയ്തപ്പോൾ പറഞ്ഞില്ല, ഇത് സീരിയസ് ആണ്, ഒരെണ്ണം പൊട്ടാറായി നിൽക്കുക, ചെയ്തേ ഒക്കത്തുള്ളൂ. എനിക്ക് ഛർദിലുണ്ട്, ബ്ലഡ് അല്ല ഛർദിലുണ്ട്, എനിക്ക് ശരീരം മൊത്തം വിയർക്കുന്നുണ്ട്, എൻ്റെ ശരീരം മൊത്തം എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ദയവായിട്ട് പറയട്ടെ, ഞാൻ അവിടുന്ന് 4 ഫയലിൽ ഒപ്പിട്ട് കൊടുത്തിട്ട് താഴെ അവനെ ടെസ്റ്ററിൽ തന്നെ താഴെ ഇറക്കി എന്നോട് പറഞ്ഞ് ബസ്സിൽ യാത്ര ചെയ്യരുത്, നിങ്ങളൊരു വണ്ടി വിളിച്ച് കുലുങ്ങാതെ നിങ്ങൾ വീട്ടിൽ പോകും, നിങ്ങളുടെ ജീവൻ ഞങ്ങൾ ഗ്യാരണ്ടി ചെയ്യുന്നില്ല, ഒരു മരുന്ന് പോലും നിങ്ങൾക്ക് ഞങ്ങൾ തരുത്തുമില്ല. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇറങ്ങി പോകുന്നുണ്ട്. ഞാനങ്ങനെ വന്നപ്പോൾ എൻ്റെ മോളെന്നെ വിളിച്ച് ഫോൺ എടുത്തില്ല, വീട്ടിൽ വന്നു. എനിക്ക് വളരെയേറെ പേടിയായിരുന്നു. പേടിയെന്ന് വെച്ചാൽ ഇത് പൊട്ടുമെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. അപ്പോൾ രാത്രി എന്തെങ്കിലും സംഭവിക്കാൻ എൻ്റെ കൂടെ ആരുമില്ല. ഞാൻ വന്നിട്ട് ഞാൻ അപ്പുറത്തെ വീട്ടിലെ ലീനെന്ന് പറഞ്ഞൊക്കെ ഇച്ചിരി വെള്ളമൊക്കെ ചൂടാക്കി കുടിച്ചിട്ട് പട്ടിക്ക് അവരെ കൊണ്ട് ചോറ് കുടിപ്പിച്ച് ഞാൻ കിടക്കുക. എന്താ കുഴപ്പം? ഞാൻ അവരോടും പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. ഇങ്ങനെ എനിക്ക് പ്രയാസമായിട്ടിരിക്കുമ്പം രാത്രി ഒരു 8:30 മണിയായപ്പോൾ നമ്മളെ ജീസസ് എന്നറിയാലോ ദൈവം, എന്നെ വിളിച്ചിട്ട് പറയാം, മാഡം നമുക്കൊരു പ്രോജക്റ്റ് വന്നിട്ടുണ്ട്, അതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്, നിങ്ങൾ വിസിപ്പൊന്നുമല്ല കേട്ടോ, നമ്മളെ കുറുക്കുമേന്ന് പറഞ്ഞ സാധനം നമ്മൾ ലോൺ ചെയ്യുന്നുണ്ട്, അത് വർക്കല ഇന്നടുത്ത് വെച്ചൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ അവസ്ഥ സാറിന് അറിയത്തില്ല, എനിക്ക് വീട്ടിലോട്ട് ഒന്ന് ബാത്റൂമിൽ പോലും ഓർമ്മയില്ല. അപ്പോൾ എന്നോട് വീണ്ടും പറയുക, എൻ്റെ അവസ്ഥ പറയും, സാറ് വിചാരിക്കാൻ ഞാൻ അങ്ങനെ പറയുമല്ലോ. എന്നോട് പറയാം, അല്ല നാളെ ഞങ്ങൾ കാറും കൊണ്ടുവരാം, മാഡം കയറി വാ. ഞാൻ പറയും, സാറേ കാറ് കൊണ്ട് എൻ്റെ വീട്ടിൽ മുമ്പിൽ വന്നാൽ ആ വഴിയിൽ ഇറങ്ങി വരാൻ എന്തായാലും ഞാൻ സാറ് വിചാരിച്ചു, എന്നാലും നോക്കട്ടെ സാറേ എന്ന് പറഞ്ഞു. മനസ്സിലോടെ ഞാൻ 1 മണി വരെ ഒരുങ്ങിയില്ല, 2-2:30 അങ്ങോട്ടാ മീറ്റിംഗ് നടക്കുന്ന വർക്കല. അപ്പോഴും 1 മണിക്ക് വീണ്ടും സാറ് വിളിക്കാൻ, ഞങ്ങൾ അങ്ങോട്ട് വരുവാ. ഞാൻ പറയും, സാറേ എനിക്കങ്ങനെ ഒരുപാട് യാത്ര, എനിക്ക് ശ്വാസം മുട്ടുണ്ട്, എനിക്ക് ഏമ്പൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ സാറ് പറഞ്ഞു, വാ എന്തായാലും സാറ് വിളിച്ചല്ലേ. പോയപ്പോൾ നമ്മുടെ മനോജ് സാറ് കുറേ കുറുക്കുമ്പയും
അതും ഇതൊക്കെ സ്റ്റേജിലൊക്കെ വെച്ചിട്ട് പ്രസംഗിക്കുകയൊക്കെ ചെയ്യുവാണ്. പക്ഷേ ഞാൻ വിചാരിച്ച് ഭയങ്കര വലിയ ഡോക്ടറൊക്കെ ആയിരിക്കുമല്ലോ, ഞാൻ എൻ്റെ അവശതയൊക്കെ പറയുമ്പോൾ പുള്ളിക്കാരൻ എനിക്ക് എന്തെങ്കിലുമൊക്കെ നിർദ്ദേശം തരും, അല്ലെങ്കിൽ എനിക്ക് അതിൽ കൂടി ഒരു വിടുതലൊക്കെ കിട്ടും എന്നും പറഞ്ഞാണ് ഞാൻ എന്ത് ചെയ്യുന്നത്. മനോജ് സാറിനെ ബില്ലെല്ലാം കൂടെ എടുത്തോണ്ടൊന്ന് കാണിച്ച മനോജ് സാർ എന്നോട് പറയുക, എനിക്ക് ആകെ നിരാശയായി, ഇത് ചെയ്യാൻ പറഞ്ഞ് പെട്ടെന്ന് പോയി ചെയ്തോ. അപ്പോഴും ഞാൻ പറഞ്ഞത്, അപ്പോൾ ഞാനിങ്ങനെ മനസ്സിലായിരിച്ച് പുള്ളിക്കാരവിടെ വാദോരാണെന്ന് സംസാരിക്കുന്നുണ്ടല്ലോ, ഇത് അതിന് കൊടുക്കാം, ഇതിന് കൊടുക്കാം, മറ്റതിന് കൊടുക്കാം, ഞാൻ അറിയുന്നില്ലല്ലോ. അപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ അങ്ങനെ വീണ്ടും നിരാശയോ, എൻ്റെ മക്കൾ പറഞ്ഞ എനിക്ക് വീണ്ടും ആസ്പത്രിയിൽ തന്നെ അഡ്മിറ്റ് ആവേണ്ടി വരുമോ. അപ്പോഴും നോക്കിയപ്പോൾ 2 കുറുക്കുമേണി മേശപ്പുറത്തിരിക്കുന്നത്. ഞാൻ വേറെ ചോദിച്ചില്ല, സാറ് എന്നോട് അത് പറഞ്ഞ് വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ജീസസ് സാറിനെ കൈ പിടിച്ചു, സാറേ ഇപ്പം എൻ്റെ പൈസ ഒന്നുമില്ല, അപ്പോൾ കുറുക്കുമേണി എടുക്കാൻ പറഞ്ഞു. ഒരെണ്ണം ഈ സാറും കൊണ്ട് എടുത്ത്, ഞാൻ ഒരെണ്ണെടുത്ത് നെഞ്ചോട് ചേർക്കണം. അത് ഇന്ന് നിങ്ങൾക്ക് ആരെങ്കിലും ഫോട്ടോ എടുത്ത് ഞാൻ നെഞ്ചോട് ചേർത്ത്, സാറേ ഇത് ഞാൻ കൊണ്ടുപോകുവാണ്, ഈ സാധനം ഞാൻ കൊണ്ടുപോയി കുടിക്കുക. എന്നോട് ഈ മനോജ് സാർ എല്ലാവരും പറഞ്ഞത് ഒരടപ്പ് കുടിക്ക്, അല്ലെങ്കിൽ രാത്രി ഒരടപ്പ് കഴിക്കും. ഞാൻ കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നു വീട്ടിൽ വന്നൊരു 6:30 മണിയും വീട്ടിൽ വന്നപ്പോൾ ഞാൻ അപ്പോഴും തന്നെ 2 അടപ്പ് കഴിച്ചു. പിന്നെ ഞാൻ വീണ്ടും എടുത്ത് കഴിച്ചു. കാര്യം എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല, നമ്മൾ സുവിശേഷം കേൾക്കുമ്പോൾ ആദ്യത്തെ ആവേശത്തിൽ കൈയടിക്കുന്നതായിരുന്നു ഞാൻ എന്താണ്ടൊരു 3 ദിവസം കഴിച്ചപ്പോഴത്തേക്ക് 2-1 എൻ്റെ മോളിഞ്ഞ് കയറി വന്നു. അവരപ്പോഴേ എല്ലാം തയ്യാറെടുത്ത് എനിക്ക് പാക്ക് ചെയ്ത് എന്നെ കൊണ്ടുപോകണം, എന്നെ ചെയ്തതൊക്കെ കിംസി കൊണ്ടുവന്ന് പൈസ അടച്ച് എനിക്കത് ഓപ്പറേഷൻ. ഇപ്പോൾ ഞാൻ ഈ 3 ദിവസം കഴിച്ചപ്പോഴത്തേ എനിക്കെന്താ ഏമ്പക്കോട് ആദ്യം നിന്നത്, ഗ്യാസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക മേളിലോട്ട്, അത് നിന്നു. അപ്പോഴും ഞാൻ ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ എൻ്റെ മോള് വന്ന് കഥകൾ മുട്ടിയിട്ട് ഞാൻ സത്യത്തെ അതിശയിച്ചു പോയി. എനിക്ക് മനസ്സിനകത്തുള്ള ചിന്തയിൽ ഞാൻ മക്കളെ കണ്ട് മരിക്കണമെന്നായിരുന്നു. അപ്പോഴെൻ്റെ മോളും കൊച്ചുമോളും മരുമോനും കൂടെ വന്നിട്ട് പറഞ്ഞു, അമ്മേ നമുക്ക് നാളെ പോവാം. ഞാൻ എൻ്റെ മരുമോനോട് പറഞ്ഞ്, എൻ്റെ ഇളയ മരുമോൻ ഭയങ്കര കെയർ ചെയ്യുന്ന ഒരാളാണ്, മരുമോനോട് പറഞ്ഞെന്താ മോനെ ഞാൻ ഇങ്ങനൊരു സാധനം കഴിക്കുന്നുണ്ട്. അപ്പോഴെൻ്റെ മോളെടുത്ത കാര്യം വെച്ച്, ഇത് ആരാ നിങ്ങൾക്ക് തന്നത്? ഞാൻ പറഞ്ഞു ജീസസ് സാറാ. നമ്പറിഞ്ഞിട്ട് ഞാൻ നമ്പർ കൊടുത്തു.